ഈ അടുത്ത കാലത്തായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ. എന്തായാലും അടുത്ത മാസം സെപ്റ്റംബർ 3-ന് ബീജിംഗിൽ നടക്കുന്ന ചൈനയുടെ സൈനിക പരേഡിലേക്ക് ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. മോഡി പങ്കെടുത്തേക്കുമെന്ന് വാർത്തകളും വരുന്നുണ്ട്. എല്ലാ വർഷവും ചൈനയുടെ ജനകീയ യുദ്ധവിജയത്തിന്റെ വാർഷികം ആഘോഷിക്കാൻ ബീജിംഗിൽ ഒരു വലിയ സൈനിക പരേഡ് നടക്കാറുണ്ട്. ഇത്തവണ ഇന്ത്യക്കൊപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ട്രംപ് പങ്കെടുത്തേക്കില്ല. എന്നാൽ മോദി പങ്കെടുക്കുമോ എന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും പങ്കെടുക്കാൻ സാധ്യത കൂടുതലാണെന്ന് അണിയറയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇതിനു മുമ്പ് 2015 മോദി ഈ ക്ഷണം നിരസിച്ചിരുന്നു. പക്ഷേ ഇത്തവണ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ത്യ ചൈന ബന്ധം അടുത്തിടെ ചില മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. 2020 അതിർത്തി പ്രശ്നങ്ങൾക്ക് ശേഷം ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങി വരണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഉന്നതതല ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നടക്കുന്നുമുണ്ട്. കൂടാതെ ട്രംപിന്റെ നടപടികൾ വീണ്ടും ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ട് വരാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ നയമാറ്റത്തിന്റെ ഒരു പ്രധാന കാരണം ഡൊണാൾഡ് ട്രംപിന്റെ പ്രവൃത്തികളാണ്. ട്രംപിന്റെ താരിഫ് നയങ്ങളും പാകിസ്ഥാനുമായുള്ള അദ്ദേഹത്തിന്റെ പുതിയ സഖ്യവും ഇന്ത്യയെ ചൈനയോട് അടുപ്പിക്കുന്നുണ്ട്. ദക്ഷിണേഷ്യയിലെ വ്യാപാര സമവാക്യങ്ങളെ ട്രംപിന്റെ താരിഫുകൾ മാറ്റിമറിച്ചേക്കുമെന്ന് ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ട്രംപ് പാകിസ്ഥാനുമായി എണ്ണ കരുതൽ വികസനത്തിന് സഹകരിക്കുമെന്ന് പറഞ്ഞത് ഇന്ത്യക്കൊരു പുതിയ വെല്ലുവിളിയാണ്. കൂടാതെ കാശ്മീർ വിഷയത്തിൽ ട്രംപിന്റെ തുടരെയുള്ള മധ്യസ്ഥതാ അവകാശവും ഇന്ത്യയെ അസ്വസ്ഥമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ എപ്പോഴും പറയുന്നത് കാശ്മീർ ഒരു ആഭ്യന്തര വിഷയമാണെന്നും മൂന്നാം കക്ഷി ഇടപെടേണ്ടതില്ലെന്നുമാണ്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ അവിശ്വസനീയത ഇന്ത്യയെ ചൈനയോട് അടുപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ചൈനയെ ഒറ്റയ്ക്ക് എതിർക്കുന്നത് ഇന്ത്യക്ക് അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ മോദി ബീജിംഗിൽ പരേഡിന് പങ്കെടുക്കുന്നത് ഒരു തന്ത്രപരമായ നീക്കമായിരിക്കും. ഈ പരേഡിനിടെ ഇന്ത്യ ചൈന റഷ്യ എന്നിവർ ചർച്ച നടത്തി റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ ചൈന അതിർത്തി തർക്കം പരിഹരിക്കാൻ സാധ്യത കൂടുതലാണ്. റഷ്യയുടെ പുടിൻ മുമ്പ് അതിനൊരു ശ്രമം നടത്തിയതുമാണ്. ഇനി അമേരിക്കയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും, അവരുടെ നയങ്ങൾ എപ്പോഴും അവരുടെ നേട്ടത്തിന് മാത്രം വേണ്ടിയുള്ളതായിരുന്നു. ട്രംപിന്റെ കാര്യമെടുത്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അമേരിക്കൻ താൽപ്പര്യത്തോടൊപ്പം വ്യക്തിപരമായ നേട്ടങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടയിൽ ട്രംപിന്റെ സ്വന്തം ക്രിപ്റ്റോ കറൻസി കമ്പനി പാകിസ്ഥാന്റെ ക്രിപ്റ്റോ കൗൺസിലുമായി കരാറുണ്ടാക്കിയത് ഇതിന് ഉദാഹരണമാണ്. ഇന്ത്യ ലക്ഷ്യമിടുന്നത് ട്രംപിന്റെ പ്രസിഡൻസിയെ അതിജീവിക്കുകയും ഇന്ത്യ അമേരിക്ക ബന്ധത്തിന് കുറഞ്ഞ നാശനഷ്ടം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ്. ഇതുകൊണ്ടാണ് ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാത്തതും തുടർന്നും വ്യാപാര കരാറുകൾക്കായുള്ള ചർച്ചകൾ നടത്തുന്നതും. യൂറോപ്യൻ രാജ്യങ്ങളുമായി കൂടുതൽ കരാറുകൾ ഉണ്ടാക്കുന്നതും അടുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇതിനെല്ലാം ഉപരിയായി റഷ്യയെ പിണക്കാത്തതും. എന്നാൽ ചൈനയോട് അടുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ എപ്പോഴും പരാജയപ്പെട്ട ചരിത്രമാണുള്ളത്. ഡോക്ലാം സംഘർഷത്തിന് ശേഷവും ഇത്തരം ശ്രമങ്ങൾ വിജയിച്ചിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അതേ പാത പിന്തുടരുന്നത് എത്രത്തോളം വിജയസാധ്യത ഉണ്ടെന്നത് ഉറപ്പില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇത്തവണ റഷ്യ മധ്യസ്ഥത വഹിച്ചാൽ ചിലപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെട്ടേക്കാം. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ.